നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. ഇതൊരു ഈസി പീസി റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാം. സംഗതി എളുപ്പമാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് സവാള ആഡ് ചെയ്യണം. സവാള എന്നിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്. ചില ആൾക്കാർ സവാള ഒന്ന് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയുടെ അളവ് ഞാൻ കുറച്ചൊന്ന് കൂട്ടിയാണ് കേട്ടോ എടുക്കാറ്. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും അതേപോലെ കറിവേപ്പില ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കറിവേപ്പില അങ്ങോട്ടും വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റേ പാടുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരെ ആഡ് ചെയ്യാം. ശരിക്കും നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ചിക്കൻ മുളകിട്ടലിൽ കശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഞാൻ കുറച്ചൊരു മല്ലിപ്പൊടിയും അതേപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. ഇതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഒരു തക്കാളി ആഡ് ചെയ്യും. തക്കാളി മുഴുവൻ ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കുറച്ച് കൂടുതൽ തന്നെയാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാൻ വെക്കാറ്. കാരണം ഈ ചിക്കനൊക്കെ തന്നെ നല്ലോണം ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാ ചിക്കൻ കറിയിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ എത്ര എരിവുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞാലും അവസാനം ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നാലാണ് ആ ടേസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറ്.